കൃഷി. ബിഗ് ബോസിലേക്ക് പോകും. ബിഗ് ബോസിൽ വിളിച്ചാൽ ഞാൻ പോവില്ല. അല്ല, ഇതിനു മുമ്പുള്ള ബിഗ് ബോസിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1, 2, 3 കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ അവസാനം വരെ എത്തിയായിരുന്നു. എല്ലാം പ്രോസസ്സും കഴിഞ്ഞാണ്. അവസാനം എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്ത ബിഗ് ബോസിലേക്ക്? ബിഗ് ബോസിൽ പോയി അത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വിളിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയാണ് ഇങ്ങനെ വിളിക്കുമ്പോൾ. അതായത് അവരെപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഇങ്ങോട്ട് മാത്രം വിളിച്ചാൽ പോരാ, നമ്മൾ അങ്ങോട്ടും കുറെ അപ്രോച്ച് ചെയ്യണം. എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യൂല അങ്ങനെ അധികം. ബേസിക് ആയിട്ട് എനിക്ക് ഒത്തിരി ഈ ഗ്ലാമറസ് ഫീൽഡ്, സെലിബ്രിറ്റി അതൊന്നും വലിയ താല്പര്യമില്ല എനിക്ക്. പൈസ ഉണ്ടാക്കാനും വളരെ വലിയ താല്പര്യം ഇല്ല എനിക്ക് സത്യമായിട്ട് ബേസിക് ആയിട്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയി ചോദിക്കാതെ, അപ്രോച്ച് ചെയ്യാതെ. എന്റെ ഒരു ചാൻസ് സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഈ ഒരു സ്ഥിതി വേറൊരാളെ പണ്ടേ ബിഗ് ബോസ് കയറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ടേക്ക് പോയി അപ്രോച്ച് ചെയ്യണം കയറായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒരുപാട് കോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പല കാരണം കൊണ്ട് ഇങ്ങനെ കട്ടായി പോയി. അപ്പം നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞ് നമ്മള് നേരെ പോകണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഒരു വിളിക്കുന്ന. പക്ഷെ അതൊരു ഭയങ്കര മെന്റൽ പ്രോസസ്സാണ്. അത് എല്ലാരും ഇങ്ങനെ ചോദിക്കും ബിഗ് ബോസിൽ പോവോ അങ്ങനെ നമ്മളും അത് എക്സ്പെക്ട് ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് അതാ ബിഗ് ബോസ് ഓഡിഷൻ വന്ന മീൻസ് ഇതൊക്കെ വന്ന പിന്നെ ഓഡിഷനൊക്കെ പോകുമ്പോൾ നമ്മളെ കയ്യിൽ പൈസയൊക്കെ എടുത്ത് ഡ്രസ്സ് എടുത്ത് കടമൊക്കെ വാങ്ങി വണ്ടിക്കൂലൊക്കെ പിടിച്ച് അവിടെ പോയി ഓഡിഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമ്മളെന്ത് അത് ഒരു വിലയില്ലാത്ത പോലെ നമ്മള് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെൽഫ് റെസ്പെക്ട് പോകുന്ന ഒരു പരിപാടിയാണ്. നമ്മളവിടെ പോയി അവരുടെ മുന്നിൽ ഇരുന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലേ സെൽഫ് റെസ്പെക്ട് കളയുന്ന പരിപാടിയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫറിനെ ഒക്കെ കണ്ടില്ലേ, അവരെന്തോരമാണ്. ജാസ്മിൻ ജാഫറൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇവരാണ് ഇവര് ജാസ്മിൻ ജാഫറെ വിറ്റ് ജീവിക്കുകയാണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ പുറത്തറിയുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ കാണുമ്പോൾ എന്തുവാ ആ പെണ്ണിനെ അങ്ങ് വിറ്റങ്ങല്ലേ അവർ ജീവിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഒരു സെൽഫ് റെസ്പെക്ട് കളയുന്നതിനാണ് നമുക്ക് അവരോട് പേ ചെയ്യുന്നത്. അപ്പൊ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവർക്ക് പോകാൻ പറ്റിയ ഷോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇനി അത് സെറ്റാവും. ഞാൻ വിളിച്ചാലും പോകൂല. ടീച്ചിങ് ഫീൽഡ് ഞാൻ ടീച്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എനിക്ക് കുറച്ച് എന്താ പറയാ, കുറച്ച് സത്യസന്ധതയും കുറച്ച് ആത്മാർത്ഥതയും കൂടുതലായിട്ട് കുറച്ച് കക്കാൻ അറിയാം, കുറച്ച് കള്ളത്തരം കാണിക്കാൻ അറിയാതെ ഏതൊരു ഫീൽഡ് നമുക്ക് ഒരു സിസ്റ്റത്തിന് അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കൊരു സിസ്റ്റത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കാൻ. ടീച്ചിങ് ഫീൽഡാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്ത ഫ്രീലാൻസ് ആയിട്ട് ട്യൂഷൻ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുകയില്ല. അതാകുമ്പോൾ ആരോട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള അവിടെ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോഴേ ഒരുപാട് ലിമിറ്റേഷൻസാണ്. ഒരുപാട് ലിമിറ്റേഷൻ, അവരുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കണം. സെൽഫ് റെസ്പെക്ട് പോകുന്ന പരിപാടി. ഫ്രീഡത്തിനാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ജോലിക്കകത്ത് അവിടെ ഞാനിപ്പം സ്കൂളിലേക്കൊന്നും അങ്ങനെ ട്രൈ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് പണ്ടൊക്കെ കുറെ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ല. ഇപ്പൊ എങ്ങനെയാണോ ഫ്ലോ അതിനനുസരിച്ച് പോകാൻ വേണ്ടിയാണ്. കാരണം ഫ്യൂച്ചർ കുറെ പണ്ട് പ്ലാൻ ചെയ്തു, എന്നിട്ടൊന്നും നടന്നില്ല. കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. ഫ്യൂച്ചർ പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുണ്ടായിരുന്നു, അത് നന്നായിട്ട് നടന്നു. ഒറ്റയ്ക്ക് ഒരു വീടൊക്കെ എടുത്ത് താമസിക്കണം എന്നുണ്ടായിരുന്നു, അത് നടന്നു. പിന്നെ കുറെ പഠിക്കണം എന്നുണ്ടായിരുന്നു, അത് നടന്നു. അല്ലാതെ ഈ വേറെ കുറെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ജോലി, അതൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും അല്ല. നമ്മള് ഒരു ലൈഫിന്റെ ഒരു ഫ്ലോ ഉണ്ട്, അതിനകത്ത് കൂടെ പോകണം. അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് ഒരു ഫ്യൂച്ചർ പ്ലാനും ഇല്ല. എനിക്ക് ഒരു പ്ലാനില്ലാതെ ജീവിക്കുന്ന ആളാണ്. ഭയങ്കര ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ. എല്ലാവരും എന്നോട് പറയുന്നത് മോട്ടിവേഷൻ കുറവാണ്. എനിക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനും ഇല്ല. ഇപ്പൊ ഇങ്ങനെ പോകുന്നു, നാളെ വണ്ടി അടിച്ചെത്താ, നാളെ എവിടെയെങ്കിലും ഓടിച്ചിരി അങ്ങനെയൊക്കെ. നാളെ വയറിലായി, നാളെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല, പട്ടിണി, അങ്ങനെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ഞാൻ അങ്ങനെയാ ലൈഫിനെ കാണുന്നത് ഇപ്പൊ.